ഓപ്പറേഷൻ സിന്ധൂർ ഇന്നലെ അതിരാവിലെ ഇന്ത്യൻ സൈന്യം വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ 2.0 ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ മിസൈൽ സ്ട്രൈക്ക് 9 സ്ഥലങ്ങളിൽ നടന്നു. എന്നാൽ ഇപ്പോ ഇന്ത്യ ഇസ്രായേൽ മേഡ് ഡ്രോൺസ് ഉപയോഗിച്ച്, ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സൂയിസൈഡ് ഡ്രോൺസ് ഉപയോഗിച്ച് 10-ലധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ രാവൽപിണ്ടിയിലുള്ള മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലും ഒരു ഡ്രോൺ സ്ട്രൈക്ക് സംഭവിച്ചു. ഒരു ഭാഗത്ത് ജമ്മു കാശ്മീരിൽ LOCയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ അവരുടെ ഷെല്ലിംഗ് അധികമാക്കിയിട്ടുണ്ട്. മറുവശത്ത് ഇന്ത്യ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ഡ്രോൺസ് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ സ്ട്രൈക്ക് നടത്തുകയാണ്. ഇവയെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പ്രധാനമായും ഇന്ത്യയിൽ സർവകക്ഷി യോഗം അവസാനിച്ചു. ഇതിനുശേഷം ഈ അറ്റാക്ക് സംബന്ധിക്കുന്ന നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്ന് രാവിലെ 7 മണിക്ക് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഒരു കാര്യം പറഞ്ഞു. ഇന്ത്യയുടെ സൂയിസൈഡ് ഡ്രോൺസിനെ ഒരു 4-5 സ്ഥലങ്ങളിൽ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. പ്രധാനമായും ലാഹോറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തി. ഇന്ത്യ അനൗൺസ് ചെയ്യാത്ത ഒരു യുദ്ധം പാകിസ്ഥാനിൽ തൊടുത്തുവിട്ടിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടി നൽകപ്പെടും. ഈ ഒരു ഡ്രോൺ അറ്റാക്ക് ഞങ്ങളെ ഏത് തരത്തിലും ബാധിച്ചിട്ടേയില്ല. യാതൊരു സ്ട്രക്ചറൽ ഡാമേജും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പാകിസ്ഥാന്റെ പല മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ സമയം കഴിയുന്തോറും 8 മണി, 9 മണി, 10 മണി ഇങ്ങനെ സമയം കഴിയുന്തോറും ഈ വാർത്തകളിൽ വ്യത്യാസം വന്നു തുടങ്ങി. 4 സ്ഥലങ്ങളിൽ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നവർ ആദ്യം പറഞ്ഞു. പിന്നീട് ഈ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ഇനി ശേഷം ചില കാര്യങ്ങൾ തിരയുമ്പോഴാണ് പാകിസ്ഥാന്റെ DJSPR ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നടത്തി. 12 സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ ഹെറബ് ഡ്രോൺസ് ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് എന്ന്. ഈ 12 സ്ഥലങ്ങൾ അട്ടാർ, രാവൽപിണ്ടി, സിയാൽകോട്ട്, ചാക്വാൽ, ഗുജ്റൻവാല, ലാഹോർ, ഭവൽപൂർ, മിയാനോ, ചോർ, കറാച്ചി. ഇതിൽ കറാച്ചിയിലുണ്ടായ ആക്രമണം ചില മണിക്കൂറുകൾക്ക് മുൻപാണ് സംഭവിച്ചത്. അതും പ്രധാനമായി ഈ നേവൽ ഫെസിലിറ്റിക്ക് അടുത്ത് ഈ ഒരു ഡ്രോൺ സ്ട്രൈക്ക് നടന്നു. രാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്ത് ഒരു ഡ്രോൺ ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ലാഹോറിൽ പാകിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട അമ്മുനേഷൻ ഡെപ്പോയുണ്ട്. അവിടെ PFന്റെ ഒരു എയർബേസും ഉണ്ട്. എന്നാൽ അത് റണ്ണിങ് എയർബേസ് അല്ല. ഈ എയർക്രാഫ്റ്റ്സിനെ എല്ലാം സർവീസ് ചെയ്യുന്ന സ്റ്റേഷനാണ്. പ്രധാനമായും നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, ഈ ബോർഡറോട് ചേർന്ന് നടക്കുന്ന എല്ലാ മിലിറ്ററി മൂവ്മെന്റ്സിനും ആവശ്യമായ അമ്മുനേഷൻസ് ഈ ഒരു ബേസിൽ നിന്നാണ് പോകുന്നത്. ആ ഒരു ബേസിന് അടുത്ത് ഒരു ഡ്രോൺ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത് ആ ബേസിലെ ബിൽഡിങ്ങിന് മുകളിൽ ഡ്രോൺ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ ക്ലെയിം അനുസരിച്ച് നോക്കിയാൽ ഈ 12 സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തിയ എല്ലാ ഡ്രോൺസിനെയും ഞങ്ങൾ ഡൗൺ ചെയ്തു എന്ന് പറയുന്നു. മാത്രവുമല്ല, പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതൊരു വലിയ വാർത്തയായി പറഞ്ഞിരിക്കുകയാണ്. നോക്കുക, ഇന്ത്യക്ക് ഇത്ര വലിയ നഷ്ടമാണ് ഞങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ഓരോ ഡ്രോൺസിന്റെയും വില $1 മില്യൺ വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ഒരു അറ്റാക്കിലൂടെ ഒരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഞങ്ങൾക്ക് ഇത് കാരണം യാതൊരു ദോഷവും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ ഈ ഡ്രോൺ അകത്തേക്ക് കയറിയാൽ തന്നെ പിന്നെ നമ്മുടെ കണക്കിൽ അത് വരില്ല. കാരണം അതൊരു സൂയിസൈഡ് ഡ്രോൺ ആണ്, റെക്കോണിസൻസ് ഡ്രോൺ അല്ല. അത് റെക്കോണിസൻസ് മിഷൻസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതായത് SAR ടെക്നോളജി, സിന്തറ്റിക് എപ്പച്ചർ റഡാർ, ആ ഒരു മോഡിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുകയും സൂയിസൈഡ് മിഷൻസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഒരു തവണ ആ ഡ്രോൺ അകത്തേക്ക് പോയാൽ പിന്നെ നമ്മൾ അതിനെ തിരികെ എടുത്തുകൊണ്ട് വരികയില്ല. അറ്റാക്ക് പർപ്പസിന് വേണ്ടി മാത്രമേ പോവുകയുള്ളൂ. അതും ഇസ്രായേലിന്റെ ഹെറബ് ഡ്രോൺസ് എന്നത് ലോയ്റ്ററിംഗ് എമ്മുനേഷൻ കാറ്റഗറിയിലുള്ളതാണ്. മീഡിയം ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ കഴിവുള്ള മെയിൽ എൻഡുറൻസ് ഡ്രോൺ കാറ്റഗറിയിൽ വരും. 33,000 മുതൽ 45,000 അടി ഉയരത്തിൽ വരെയും ഈ ഡ്രോണിനെ കൊണ്ട് പറക്കാൻ സാധിക്കും. ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ഏകദേശം 18 മണിക്കൂർ വരെയുണ്ട്. അതായത് അതിന്റെ ഫുൾ പവർ മോഡിൽ ഇതാ സ്ഥലത്തെ ചുറ്റി പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതും മീഡിയം ആൾട്ടിറ്റ്യൂഡിൽ പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയും ഇവയെ കൊണ്ട് പറക്കാൻ സാധിക്കും. ഇനി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുകയാണെങ്കിൽ അതിന്റെ ഫ്ലൈറ്റ് പാത്ത് മാറ്റാതെ, ഈ ഫ്ലൈറ്റ് മോഡ് പാരലായി മാറ്റാതെ പ്രത്യേക ഒരു മിഷൻ മോഡിൽ പറക്കുകയാണെങ്കിൽ 18 മണിക്കൂർ വരെയും മാക്സിമം ഇവയെ കൊണ്ട് ആ സ്ഥലത്ത് ചുറ്റിക്കറങ്ങാൻ സാധിക്കും. അപ്പോൾ സൂയിസൈഡ് മിഷൻസിന് വേണ്ടിയാണ് ഈ ഒരു തരം ഡ്രോൺസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇസ്രായേലിന്റെ സൈന്യത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഡ്രോൺ ആണിത്. ഇത് 2019 മുതൽ ഇന്ത്യ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 150 മുതൽ 180 യൂണിറ്റ്സ് വരെയും 2019 നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. എന്നാൽ 2023, 2024 ഈ സമയങ്ങളിൽ നമ്മൾ വീണ്ടും ഈ ഡ്രോൺസിന് ചില ഓർഡറുകൾ നൽകി. അതുകൊണ്ട് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് അറിയില്ല. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. പാകിസ്ഥാൻ ഇതൊക്കെ ഒരു വലിയ ക്ലെയിമായി നടത്തുകയാണ്. ഇത്രത്തോളം നഷ്ടം ഇന്ത്യക്ക് ഞങ്ങൾ വരുത്തി വെച്ചു, ഈ ഡ്രോൺസിനെ ഡൗൺ ചെയ്തതിലൂടെ ഞങ്ങൾ ഇന്ത്യക്ക് വലിയൊരു നഷ്ടമാണ് വരുത്തിയത് എന്നൊക്കെ. പക്ഷേ ഇതിന് പാരലായി നടക്കുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിന് മുൻപ് ഇങ്ങനെയുള്ള ഡ്രോൺ സ്ട്രൈക്കുകൾ ഒന്നും തന്നെ ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ ചെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സംഭവം നോക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ ഡിഫൻസീവ് റോൾ ഇവിടെ എടുത്തിട്ടില്ല.
വ്യക്തമായി ഒഫൻസീവ് ഓപ്പറേഷൻസിന് തയ്യാറായിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതും കറാച്ചിയിൽ നാവൽ ഫെസിലിറ്റിക്ക് അടുത്ത് വീണ ഡ്രോൺ അത്രത്തോളം ഹ്യൂജ് ഇമ്പാക്റ്റ് ഒന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇത്രയേറെ എയർ ഡിഫൻസ് സിസ്റ്റത്തെയും പരാജയപ്പെടുത്തിയിട്ട് ഇതേ കറാച്ചി നേവൽ പോർട്ടിനെ നോക്കി ഒരു മിസൈൽ അകത്തേക്ക് വന്നാലും പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ഇതുപോലെ തന്നെയായിരിക്കുമല്ലോ. കാരണം ഇന്നലെ ചെയ്ത മിസൈൽ സ്ട്രൈക്കിൽ ഒരു മിസൈലിനെ പോലും അവരെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പാകിസ്ഥാനിലെ ഒരുപാട് സിറ്റിസൺസ് ഇതിപ്പോ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചൈനയുടെ റേഡാർ വാങ്ങി വെച്ചിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ അതൊക്കെ ഉണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് ഇന്ത്യയുടെ ഒരു മിസൈലിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത്? ഇവിടെ നിങ്ങൾ എവിടെയാണ് പരാജയപ്പെട്ടത്? അപ്പോൾ നമ്മുടെ സൈന്യത്തിന്റെ ശക്തി എന്താണ്? ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ നിങ്ങൾ ക്ലെയിം നടത്തി, എന്നാൽ അതിന്റെ എവിഡൻസ് നിങ്ങൾ ഒന്നും നൽകാത്തത് എന്തേ? ഇങ്ങനെ അവർ തന്നെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. CNN ഇന്റർവ്യൂവിൽ പാകിസ്ഥാൻ മിനിസ്റ്ററോട് ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾ 5 ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതൊരു വലിയ ഇഷ്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു തെളിവ് വേണമല്ലോ. തെളിവ് എവിടെയാണ്? ഒരു ചെറിയ തെളിവെങ്കിലും നിങ്ങൾ നൽകിയേ മതിയാകൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ലളിതമായി ഒരു കാര്യം പറഞ്ഞു. അത് സോഷ്യൽ മീഡിയ മുഴുവനും ഉണ്ടല്ലോ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ല, അവരുടെ സോഷ്യൽ മീഡിയ മുഴുവനും അത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതിന് ഈ ആങ്കർ തിരികെ ചോദിച്ചു, ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ളത് മാത്രം എവിഡൻസ് ആയി എടുക്കാൻ സാധിക്കില്ല, നിങ്ങളുടെ സൈഡ് മിലിറ്ററി എവിഡൻസ് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല. അപ്പോൾ ഇന്ന് വരെയും എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്നും വ്യക്തമായി അറിയില്ല. പക്ഷേ ഓൺലൈനിൽ സർക്കുലേറ്റ് ആകുന്ന 99% ഫോട്ടോസ് എല്ലാം തന്നെ വ്യാജമാണ്. പഴയ സംഭവങ്ങളെ എടുത്തു വെച്ച് ഒരുപാട് എഡിറ്റിംഗ് ചെയ്ത് റീസെൻഡ് ചെയ്യുകയാണ്. പഴയ മിഗ് വിമാനങ്ങൾ വീണത് പോലും പരസ്പരം ഇവിടെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ LOCയെ സംബന്ധിച്ച് അവിടെ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് അങ്ങേ അറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 16ഓളം പേർ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. ഔദ്യോഗിക കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ പൂഞ്ച് സെക്ടറിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രേ ഫോർ പൂഞ്ച് എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂഞ്ച് സെക്ടറിൽ മാത്രം ഇതുവരെയും 21 കെട്ടിടങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ ഇവയെല്ലാം നശിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഡാമേജ് സംഭവിച്ചു, കേടുപാടുകൾ സംഭവിച്ചു ഇങ്ങനെയല്ല പറയുന്നത്. LOCയോട് ചേർന്നുള്ള സിവിലിയൻ ബിൽഡിംഗ്സ് എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചുവെന്നുണ്ടെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. പക്ഷേ വീണ്ടും LOCയിൽ അവർ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളൊരു അറ്റാക്ക് നടത്തിയതിനു ശേഷം LOCയിൽ പ്രധാനപ്പെട്ട ഫയറിംഗ് ഒന്നും ഇന്ത്യ നടത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മളവിടെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഒഫൻസീവ് ഓപ്പറേഷനും നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞു. പക്ഷെ നമ്മുടെ ഡ്രോൺസ് അകത്തേക്ക് കയറുന്നുണ്ട്. പാകിസ്ഥാൻ വീണ്ടും ആക്രമിച്ചാൽ തിരിച്ചു ആക്രമിക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളും ഉള്ളത്. പാകിസ്ഥാനെയും ഇവിടെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അവരുടെ പക്കലും മിസൈൽ മിലിറ്ററി പവേഴ്സ് എല്ലാം ഉണ്ട്. എന്നാൽ ഇവിടെ വിക്ടിം റോൾ പ്ലേ ചെയ്യുന്നതിൽ പാകിസ്ഥാനെ വെല്ലാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ഉദാഹരണത്തിന് ഇന്നലെ മരിച്ച ഈ ഭീകരവാദികളുടെ അവസാനത്തെ ചടങ്ങ് നടന്നു. ഈ ചടങ്ങിൽ പാകിസ്ഥാന്റെ മിനിസ്റ്റേഴ്സും അറ്റൻഡ് ചെയ്തിരുന്നു, പാകിസ്ഥാന്റെ ഒഫീഷ്യൽസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആരാണ് ടെററിസത്തിന് സംരക്ഷണം നൽകുന്നത്? ആരാണ് ഈ തീവ്രവാദത്തെ വളർത്തിവിടുന്നു എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നും അറിയാതെയാണ് പലരും ഇന്ത്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഇന്ത്യ ഒരു പ്രതികാര ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ചെയ്തത് തെറ്റാണ് എന്ന രീതിയിൽ പലരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ കുറ്റം പറയുന്നവരെല്ലാം കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. ചരിത്രം അറിയാവുന്ന ആരും തന്നെ ഒരിക്കലും ഇന്ത്യയെ കുറ്റപ്പെടുത്തില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഈ 12 ഡ്രോൺ സ്ട്രൈക്സ് ഇന്ത്യയാണ് ചെയ്തത്. കാരണം അതിൽ ഉപയോഗിച്ചത് എല്ലാം ഇന്ത്യ ഉപയോഗിക്കുന്ന ഡ്രോൺസ് തന്നെയാണ്. ഇത് ഇസ്രായേൽ, അസർബൈജാൻ ഒഴികെ മറ്റ് രാജ്യങ്ങളുടെ സർവീസിലൊന്നും ഇത് കൂടുതലായി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു മൂവ് ക്ലിയർ ആയ ഒരു ഒഫൻസീവ് ഓപ്പറേഷന്റെ പ്ലാൻ ആയിട്ടാണ് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ ഡ്രോൺ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നു. പക്ഷേ വിഷ്വൽസ് എല്ലാം നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഫോടനം വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയേറെ പ്രത്യാഘാതം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പാകിസ്ഥാൻ ഇനിയും വിക്ടിം റോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഭാവി എന്താകും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.